പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനെ ഭരിച്ചു മുടിച്ച ഏകാധിപതിയായി ഭരിച്ച ഏകഛത്രാധിപതിയായി ഭരിച്ച പിണറായി വിജയൻ എന്ന വിജയൻ്റെ അമേരിക്കൻ യാത്രകളിലുള്ള ദുരൂഹതകളെക്കുറിച്ച് ഞാൻ ഒന്നിലധികം വീഡിയോ ചെയ്യുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഈ വീഡിയോയും വിജയൻ്റെ വിദേശ യാത്രകളെക്കുറിച്ചല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിജയൻ്റെ അമേരിക്കൻ യാത്രകളെ കുറിച്ചിട്ടാണ്. അമേരിക്കൻ യാത്രകളെക്കുറിച്ച് വിജയൻ്റെ അമേരിക്കൻ യാത്രകൾ ഏറെ ദുരൂഹമായിരുന്നു എന്നത് ഇതിനു മുമ്പ് 1-2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അങ്ങേയറ്റം ദുരൂഹമായിരുന്നു വിജയൻ്റെ വിദേശ യാത്രകൾ എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. വിജയൻ്റെ വിദേശ യാത്രകളെക്കുറിച്ച് വി ഡി സതീശൻ സർക്കാർ അന്വേഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗമാകുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. സുഹൃത്തുക്കളെ, ഈ വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ചല്ലോ നമ്മളെ. അതിനിടയിൽ അദ്ദേഹം ഏതാണ്ടൊരു 10-20 യാത്രകൾ അല്ലെങ്കിൽ 20-ൽ കൂടുതൽ യാത്രകൾ നടത്തിയിട്ടുണ്ട്. 10-16 രാജ്യങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിൽ നമ്മൾ പല വീഡിയോകളിലും പറയുകയുണ്ടായി. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഈ 10 വർഷത്തിനിടയിൽ 90 ദിവസം അദ്ദേഹം അമേരിക്കയിലായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന വിവരം. 90 ദിവസം, ഏതാണ്ട് 1.5 മാസത്തോളം. അതായത് 4/7/2018 15/7/2025 ഇടയിൽ 7 യാത്രകളാണ് വിജയൻ അമേരിക്കയിലേക്ക് നടത്തിയത്. ഈ 7 യാത്രകളിലുമായി 90 ദിവസം വിജയൻ അമേരിക്കയിലായിരുന്നു. 3 തരത്തിലാണ് അയാൾ പോയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. 1, ഔദ്യോഗിക യാത്ര, ഒഫീഷ്യൽ യാത്ര. 2, ഒരു പേഴ്സണൽ യാത്ര. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം. 3, ചികിത്സക്കായിട്ടോ അല്ലെങ്കിൽ ചികിത്സയുടെ മറവിലോ പോയ യാത്ര. അപ്പം ഒഫീഷ്യൽ, പേഴ്സണൽ, ട്രീറ്റ്മെൻറ്റ്, ഇതിന് 3നും കൂടിയാണ് 10 വർഷം ഇയാൾ നമ്മളെ ഭരിച്ച് മുടിച്ച ഈ കാലഘട്ടത്തിൽ ഇയാൾ 7 തവണ 90 ദിവസം ഇയാൾ വിദേശത്ത് ചെലവഴിച്ചത് എന്ന് നമ്മൾ കാണണം. സുഹൃത്തുക്കളെ, അതിൽ 2018 അയാൾ 3 പ്രാവശ്യം പോയി, 2022 2 പ്രാവശ്യം പോയി, 2023 1 പ്രാവശ്യം പോയി, 2025 1 പ്രാവശ്യം പോയി. ഇതാണ് അമേരിക്കയിലേക്കുള്ള അയാളുടെ യാത്രകളുടെ ഒരു സ്പ്ലിറ്റപ്പ്. അതിൽ ഈ 90 ദിവസത്തിൽ 9 ദിവസം ഔദ്യോഗികമായിട്ട് പോയതാണ്. ഔദ്യോഗികം എന്ന് പറഞ്ഞിട്ടാണ് പോയത്, എന്ത് ചെയ്തതെന്ന് നമുക്കറിയില്ല. 8 ദിവസം വ്യക്തിഗതമാണ്, പേഴ്സണൽ. എന്താണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയന് അമേരിക്കയിൽ ചെയ്യാനുള്ള വ്യക്തിഗത ജോലികൾ എന്ന് നമുക്കറിയില്ല. പക്ഷെ പേഴ്സണലായിട്ട് പോയത് 8 ദിവസം. ബാക്കി 73 ദിവസം ചികിത്സ എന്ന് പറഞ്ഞ് നടത്തിയ 4 യാത്രകൾ. ചികിത്സ എന്ന് പറഞ്ഞ് നടത്തിയ 4 യാത്രകൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് ചികിത്സയ്ക്കാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് എനിക്ക് ഉറപ്പില്ല. കാരണം ഇയാൾക്കുള്ള അസുഖം ആയി നമുക്ക് വിവരാവകാശ പ്രകാരം കിട്ടിയത് വളരെ ചെറിയൊരു രോഗാവസ്ഥയാണ്. ചെറിയ രീതിയിലുള്ളൊരു ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയെടുക്കാവുന്ന BPH എന്ന് പറഞ്ഞ ബിനൈൻ പ്രോസ്ട്രാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന് പറഞ്ഞൊരു രോഗം. ആ രോഗം അവസ്ഥ എന്താണെന്നുള്ളത് അതിൻ്റെ ചിത്രം സഹിതം ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ കാണുന്നുണ്ട്. അതായത് യൂറിനറി ബ്ലാഡറിന് താഴെയുള്ള ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി അത് വികസിക്കുകയും അത് മൂത്രമൊഴിക്കുന്നതിനെയൊക്കെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ, BPH എന്ന് പറയും. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 80 വയസ്സിന് മുകളിലുള്ള 80% ആളുകളിൽ കൂടുതലുള്ളവർക്കും ഉണ്ടാകാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ BPH. ഈ BPH എന്ന് പറയുന്നത് ഒന്നുകിൽ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ 5000 രൂപയിൽ താഴെ ചികിത്സിച്ച് ഭേദമാക്കാം. പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ 40,000 മുതൽ 1,00,000 രൂപ വരെ ചെലവഴിച്ച് അത് ഭേദപ്പെടുത്താം. ഇതാണ് ആ രോഗാവസ്ഥ. ആ രോഗാവസ്ഥയുള്ള ആളാണ് ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് 4 യാത്രകളിലായി 73 ദിവസം അമേരിക്കയിൽ പോയി കിടന്നത് എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹതയില്ലേ സുഹൃത്തുക്കളെ? എന്തോ മറയ്ക്കാൻ വേണ്ടിയാണ് അവിടെ പോയതെന്നുള്ളത് വ്യക്തമല്ലേ? കാരണം ഒന്നുകിൽ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തോ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാവുന്ന രോഗാവസ്ഥ മാത്രമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. അവിടെ പോയി കിടന്നു.
അതിനെല്ലാം കൂടെ ഏതാണ്ട് 88 ലക്ഷം രൂപ യാത്രാ ചെലവും ഏതാണ്ട് 46 ലക്ഷം രൂപ 88 ലക്ഷം രൂപ ചികിത്സാ ചെലവും അതിനേതാണ്ട് 46 ലക്ഷം രൂപ യാത്രാ ചെലവും കൂടെ ചേർത്ത് ഏതാണ്ട് 1,35,00,000 രൂപ ഇയാളുടെ ഈ ചികിത്സയുടെ മറവിലുള്ള അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് പുറകിൽ ദുരൂഹതകളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അയാളുടെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനകത്ത് കാണുന്നത് എന്താ? ഇയാൾ നടത്തിയിട്ടുള്ള വിദേശ യാത്രകളിൽ 7 അമേരിക്കയിലേക്കാണ്. ആ 7 നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 ഒഫീഷ്യലാണ്, 1 പേഴ്സണലാണ്, 2 ഒഫീഷ്യലാണ്, 1 പേഴ്സണലാണ്, 4 ട്രീറ്റ്മെൻറ്റിനാണ്. അങ്ങനെയാണ് ആ 7 യാത്രകൾ. സുഹൃത്തുക്കളെ, അതിൽ ആദ്യത്തെ യാത്ര ഔദ്യോഗിക യാത്രയാണ്. 4/7/2018 മുതൽ 8/7/2018 വരെയുള്ള 4 ദിവസം. പിന്നീട് 9/7/2018 മുതൽ 17/7/2018 വരെയുള്ള 8 ദിവസം. പിന്നെ 2/9/2018 മുതൽ 30/9/2018 വരെയുള്ള 28 ദിവസം. പിന്നെ 15/1/2022 മുതൽ 29/1/2022 വരെയുള്ള 14 ദിവസം. പിന്നെ 23/4/2022 മുതൽ 15/5/2022 വരെയുള്ള 22 ദിവസം. പിന്നെ 8/6/2023 മുതൽ 13/6/2023 വരെയുള്ള 5 ദിവസം. പിന്നീട് 6/7/2025 മുതൽ 15/7/2025 വരെയുള്ള 9 ദിവസം. അങ്ങനെ 90 ദിവസം ആണ് ഇയാൾ അമേരിക്കയിൽ ചികിത്സ എന്ന് പറഞ്ഞ് ചെലവഴിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.5 മാസം. അത് 3 തരത്തിലാണ് ഞാൻ പറഞ്ഞു: ഒഫീഷ്യൽ, പേഴ്സണൽ, ട്രീറ്റ്മെൻറ്റ്. അത് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, അതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം വിവരാവകാശപ്രകാരം നമുക്ക് കിട്ടിയ വിവരങ്ങളാട്ടോ. അതിനകത്ത് പിന്നെ സംശയത്തിനൊന്നും അടിസ്ഥാനമില്ല. അതിൽ ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ 4/7/2018 മുതൽ 8/7/2018 വരെയുള്ള 4 ദിവസത്തെ ഒരു ഔദ്യോഗിക യാത്ര. 4/7/2018 മുതൽ 8/7/2018 വരെ. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 8/7/2018 വന്ന ഇയാൾ, ഈ വിജയൻ, 9/7/2018 മുതൽ 17/7/2018 വരെയുള്ള 8 ദിവസത്തെ ഒരു വ്യക്തിഗത യാത്രയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഏതാണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എറണാകുളത്തേക്കൊക്കെ പോകുന്ന ലാഘവത്തോടു കൂടി 8/7/2018 വന്നിട്ട് 9/7/2018 വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നു. 4/7/2018 മുതൽ 8/7/2018 വരെയുള്ള 4 ദിവസത്തെ യാത്ര ഒഫീഷ്യലായിരുന്നു. ആ ഒഫീഷ്യൽ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ തൊട്ടു പിറ്റേന്ന് തന്നെ 8 ദിവസത്തേക്കുള്ള ഒരു പേഴ്സണൽ ട്രിപ്പിന് ഇയാൾ അമേരിക്കയിലേക്ക് പോവുകയാണ്. എന്താണ് ഈ പേഴ്സണൽ യാത്ര? അയാൾക്ക് എന്തിനാണ് ഈ പേഴ്സണൽ യാത്ര അമേരിക്കയിലേക്ക്? അയാളൊരു വ്യക്തിയല്ലല്ലോ. അയാൾ CPM-ൻ്റെ ഒരു നേതാവല്ലേ? CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ? CPM-ൻ്റെ പ്രതിനിധിയായിട്ടല്ലേ അയാൾ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്നത്? CPM എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെച്ചത്? അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വ്യക്തിഗതമായി എന്താണുള്ളത്? ഒരു വ്യക്തിഗതമായി ഒന്നുമില്ല. ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ പിണറായി വിജയന്. CPM-ൻ്റെ നേതാവ്, CPM വെച്ച മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി 4 ദിവസത്തെ ഔദ്യോഗിക യാത്രയ്ക്ക് വിദേശത്ത് പോകുന്നു. 8/7/2018 വരുന്നു. 9/7/2018 വീണ്ടും 8 ദിവസത്തേക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുന്നു. ഇത് ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ? ഇതിനകത്ത് രഹസ്യമായിട്ടുള്ള എന്തോ ഇടപാടില്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പോവോ? അത് ഏറ്റവും ദുരൂഹമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം 4 തവണ, അതായത് 2018-ലും 2022-ലും 2025-ലുമായി 4 തവണ 73 ദിവസമാണ് അദ്ദേഹം അമേരിക്കയിൽ ചെലവഴിച്ചിട്ടുള്ളത്. അതിലാദ്യം 28 ദിവസം, പിന്നെ 14 ദിവസം, പിന്നെ 22 ദിവസം, പിന്നീട് 9 ദിവസം. 73 ദിവസം അമേരിക്കയിൽ. അയാളുടെ രോഗാവസ്ഥ എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വളരെ പിന്നെ ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയുള്ള ഇയാൾ സംസ്ഥാന സർക്കാരിൻ്റെ പണം, അതായത് എൻ്റെ നിങ്ങളുടെയൊക്കെ പണം ഉപയോഗിച്ചുകൊണ്ട് 4 തവണ 73 ദിവസം അമേരിക്കയിൽ ചികിത്സ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ? അതെന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ?
അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു യാത്രാ ചെലവ് എല്ലാം കൂടെ ഞാനിപ്പോൾ ഇട്ട് കണക്കൂട്ടി നോക്കുമ്പോൾ 4 യാത്രകൾക്കായിട്ട് ഏതാണ്ട് 63,60,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. 45 ലക്ഷം എന്നായിരുന്നു നേരത്തെ കണക്ക്. ഇത് നോക്കുമ്പോൾ ഏതാണ്ട് 63 ലക്ഷം രൂപ, 88 ലക്ഷം രൂപ പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. വിജയൻ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അയാൾ അമേരിക്കയിൽ പോയ യാത്രകൾ ദുരൂഹമാണ്. അയാൾ 7 തവണ പോയി, 1.5 മാസക്കാലം അവിടെ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായ ഏതാണ്ട് ഒരു 1.5 കോടി രൂപയോളം ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു. അതിനിടയിൽ എന്തിനോ വേണ്ടി രഹസ്യാത്മകമായി വ്യക്തിഗതമായിട്ട് വരെ പോകുന്നു. ഒരു ദിവസം വരുന്നു, പിറ്റേ ദിവസം വ്യക്തിഗതമായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വിജയൻ്റെ വിദേശ യാത്രകളെക്കുറിച്ച് UDF സർക്കാർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോരാട്ടം ഞാൻ ആരംഭിക്കുകയാണ്. ഇനിയും വിജയൻ്റെ വിദേശ യാത്രകൾ സംബന്ധിച്ചുള്ള വീഡിയോകൾ ചെയ്യാനുള്ള വിവരങ്ങൾ ഇനിയും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതീവ ദുരൂഹമാണ്, അതീവ രഹസ്യാത്മകമാണ് വിജയൻ്റെ അമേരിക്കൻ യാത്രകൾ എന്നുള്ളത് കൊണ്ട് അത് അന്വേഷിച്ചേ മതിയാവൂ എന്ന് അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഞാൻ സർക്കാരിൻ്റെ മേൽ ചെലുത്താൻ പോവുകയാണ്. കാരണം UDF സർക്കാരിനെ ഒന്നും അന്വേഷിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വിജയൻ്റെ ഈ രഹസ്യാത്മകമായിട്ടുള്ള ഈ ദുരൂഹമായിട്ടുള്ള യാത്രകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി UDF സർക്കാരിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദമായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.